ഹായ് ഹലോ. അപ്പോൾ ഇത് നമ്മുടെ തൂത്തുക്കുടിയിലെ സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു ഈവനിങ് ബ്ലോഗിലേക്ക് എല്ലാ പേർക്കും അപ്പം ഞാനും നമ്മുടെ അന്നുവും കൂടി നമ്മുടെ കീർത്തനയുടെ കോളേജ് വരെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ ഇത് കണ്ടോ, ഇവിടെ ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത് സെൻറ്റ് ജോർജ് സ്ട്രീറ്റ് എന്നാണ്. അതായത് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണ്. പണ്ടിവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് ഒരു പുതിയ പള്ളി അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം ഏകദേശം തീർന്നു. ഏപ്രിൽ 26 ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ നോട്ടീസൊക്കെയാണ് ഇതായി കാണുന്നത്. നമ്മളിപ്പോൾ എവിടെയാ പോകുന്നത്? അമ്മയുടെ കോളേജ് കാണാൻ. അപ്പം ഞങ്ങൾ ഈ താമസിക്കുന്നത് ഇങ്ങനത്തെ 4 സ്ട്രീറ്റുകൾ ചേരുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. 4 സ്ട്രീറ്റ് ആണെങ്കിലും ഒരു സ്ട്രീറ്റ് ചെല്ലുന്നത് നമ്മുടെ ഈ പള്ളിയിലേക്കാണ് കേട്ടോ. അപ്പം അത് ചെറിയൊരു സ്ഥലമാണ്. ബാക്കി 3 വഴികൾ തന്നെയാണ്. ഈ ഒരു വഴി എന്ന് പറഞ്ഞാലും സൈഡിലുള്ള വഴിയൊക്കെ പറഞ്ഞാലും എല്ലാം റോഡിലേക്ക് തന്നെയാണ് കേട്ടോ എത്തുന്നത്. ഇത് ഈ ഒരു വീടിൻ്റെ ഒരു താഴ്ഭാഗം, പടിയുടെ താഴ്ഭാഗം അവർ ഇതുപോലെ തടിയെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടി ഒരു ഗ്രില്ല് പോലെയൊക്കെ ഇട്ട് അവിടെ കോഴി വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പം അന്നയ്ക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കോഴികളെയൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ അത് കണ്ടാണ് കേട്ടോ പോകുന്നത്. അതാ ഈ ഒരു മതിൽ കണ്ടോ. അപ്പോൾ ഈ ഒരു മതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റിലുള്ളൊരു മതിൽ തന്നെയാണ്. ഇത് കീർത്തനയുടെ കോളേജിൻ്റെ സൈഡ് വാളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കോളേജ് ഉള്ളത്. അപ്പോൾ അത്രയും അടുത്താണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. കീർത്തന ഏകദേശം ഒരു 5 മിനിറ്റ് 3 മിനിറ്റിന് മുമ്പൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ ചിരിച്ചേ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. ഒരു ഉമ്മയുടെ കൊടുത്തു. അപ്പം നടന്ന് ഞങ്ങൾ ഇവിടെ വന്നാണ് കേട്ടോ ഷെയർ ഓട്ടോയെല്ലാം കയറുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതുത്തെരു എന്നുള്ള ആ ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷൻ ഇതാണ് കേട്ടോ. ജംഗ്ഷൻ എന്നല്ല, ഇവിടെ ഞങ്ങൾക്ക് ഷെയർ ഓട്ടോയൊക്കെ നിർത്തിത്തരുന്ന ഒരു സ്റ്റോപ്പാണ്. പുതുത്തെരു എന്നാണ് പേര്. ആ കാണുന്ന 2 ലൈറ്റ് കണ്ടോ, അത് ബീച്ചാണ് കേട്ടോ. അപ്പോൾ അത്ര എടുക്കാണ് കേട്ടോ ബീച്ചും ഒക്കെ ഉള്ളത്. ഒരു റോഡിന് അപ്പുറം ബീച്ചാണ്. ഓക്കെ, അപ്പം ഇവിടെ തന്നെയാണ് കളക്ടേഴ്സ് ബംഗ്ലാവ്, ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഒഫീഷ്യൽ കെട്ടിടങ്ങളെല്ലാം നമുക്ക് ഇതിന് അടുക്കൊക്കെ തന്നെയാണ്, ഓപ്പോസിറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാറെല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയാൽ അവർ ഭയങ്കര എൻക്വയറി ആണ് കേട്ടോ. എന്തിനു വന്നു, എന്തിനിവിടെ കിടക്കുന്നു, ആരാണ്, ഏതാണ്, കേരള രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കീർത്തനയുടെ കോളേജിൻ്റെ ആ ഒരു മതിൽക്കെട്ട് കേട്ടോ. അപ്പം അവർക്ക് 2 ഗേറ്റുണ്ട്. ഒന്ന് ഈ സൈഡിൽ കാണുന്ന ഗേറ്റ്. അപ്പം അത് കോളേജ് ടൈമിലൊക്കെ അത് തുറന്നിടും, കുട്ടിയൊക്കെ ഇറങ്ങാനും പോകാനും ഒക്കെ ആയിട്ട്. നമ്മൾ കോളേജ് ടൈം ഇവിടെ വന്നാൽ ഭയങ്കര റഷാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് വണ്ടികളൊക്കെ ആയിരിക്കും കുട്ടികളെ വിളിക്കാൻ വരുന്നത്. അല്ലാതെ വലിയ ഓട്ടോകൾ, ഒരുപാട് കുട്ടികൾ ഒന്നിച്ച് പോകുന്ന വണ്ടികൾ, അങ്ങനെ. ഇത് മോളിൽ കൊണ്ടുപോയി പോണതാണ് കേട്ടോ ഷെയർ ഓട്ടോ. നിഞ്ചൂസ് അല്ല, ഹന എപ്പോഴും ആയിഡ് ഷെയർ ഓട്ടോ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കീർത്തനയുടെ കോളേജിൻ്റെ ആ ഒരു മതിലാണ് കേട്ടോ. അപ്പം അങ്ങേറ്റത്താണ് ആ ലൈറ്റ് കാണുന്നില്ലേ, അപ്പം അവിടെയാണ് കേട്ടോ എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പം കോളേജിൻ്റെ ഗേറ്റിനോട് ചേർന്ന് തന്നെ ഒരു ATM കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം പണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഉള്ള ഇത്ര സെറ്റപ്പായിട്ടുള്ള ഗേറ്റൊന്നും അല്ലായിരുന്നു കേട്ടോ. ഗേറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ റീസെൻ്റായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കോളേജാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. ഒത്തിരി കോഴ്സുകളും കാര്യങ്ങളും ഒക്കെയുള്ള കോളേജാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കോളേജിനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം കോളേജ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അകത്തോട്ടൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഒന്നാമത് സന്ധ്യയായിട്ടുണ്ട്, പിന്നെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമ്മളെ അകത്തോട്ടൊന്നും കയറ്റി വിടത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കോളേജിനോട് ചേർന്നതായി ഇങ്ങനെ ഒരു പള്ളി പോലെ ഒരു ചെറിയ സംഭവമുണ്ട്, ഒരു ചായ്പ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ പണ്ട് കീർത്തന കോളേജിൽ ഇൻ്റർവ്യൂ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതിനകത്തൊക്കെയാണ് കേട്ടോ കയറിയിരിക്കുന്നത്. ഒരുപാട് സമയം എടുത്തായിരുന്നു അന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് സമയം പോകാനായിട്ട് ഇതിനകത്തൊക്കെ കയറിയിരിക്കുമായിരുന്നു കേട്ടോ. അന്ന് ഈ പള്ളിയും ഇത്ര നല്ലതല്ലായിരുന്നു, കുറേ പൊട്ടിപ്പൊളിഞ്ഞാൽ കിടന്നെയാണ്. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അന്ന് കുറേ നേരം നമ്മൾ കോളേജിലൊക്കെ ചുറ്റി കറങ്ങിയതാണ് കേട്ടോ. പക്ഷേ അന്ന് എനിക്ക് വ്ളോഗൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനതെല്ലാം എടുത്തേനെ കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരിക്കൽ കീർത്തനയുടെ കോളേജിനകത്ത് കയറുമ്പോൾ ഞാനതെല്ലാം നിങ്ങളെ വിശദമായിട്ട് കാണിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ
തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം.